അഞ്ചു അപ്പച്ചൻ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കണം അമ്മച്ചി. ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? അപ്പച്ചൻ ഇപ്പൊ പഴയ പോലെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ഓ, സാറാമ്മച്ചിന് ഇപ്പൊ പഴയ പോലെ ഒന്നും പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. കഴിഞ്ഞ മാസം മുഴുവനും ആനിയുടെ അടുത്തായിരുന്നു. അതാ. എന്നാ ശരി അമ്മച്ചി. അച്ചായ, ദാ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അഞ്ചു കൂടെയുണ്ട്. എപ്പ എത്തി? ഏയ് വേണ്ട, വരണോന്നില്ല. ഞാൻ ഓട്ടോ വിളിച്ചു വന്നോളാം. കുർബാനയുടെ ഇടയ്ക്ക് അച്ഛന്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിയാതെ വരാൻ പറ്റൂ? ഇല്ലെന്നേ, ഇപ്പൊ എത്തും. ശരി, വെച്ചേര്. എന്തൊരു തണുപ്പാണ്. ആ ആസനത്തിൽ വെയിലടിച്ചിട്ട് അവൻ എഴുന്നിട്ടല്ല. ഏത് സമയത്തുണ്ടായാൽ മതി. എടാ ആൽവി എഴുന്നേക്കടാ, സമയം ഒരുപാടായി. ജോലിയില്ല, കൂലിയില്ല, അന്ന് ഉറക്കത്തിന് ഒരു കുറവുമില്ല. ആരൊക്കെ എന്തെങ്കിലും കൃത്യസമയത്ത് തന്നെ ഏർപ്പെടുത്തണം. ചെറുതായ എത്ര നാളായി പറഞ്ഞിട്ടെന്നറിയുന്നു. എപ്പോൾ ചോദിച്ചാലും ഇന്ന് ശരിയാകും, നാളെ ശരിയാകും. തലയും മന്തി കൊണ്ട് കിടന്നോടാ, ആടെ കൊടുക്കണ്ടല്ലോ. മുറിച്ചിട്ടില്ല, എന്നും കൂടി ഇട്ടാ, ഇന്നും കൂടി ഇട്ടാ. മുടിയൊക്കെ കൊഴിഞ്ഞ് തീരാറായി. പ്രായമായി വരികയല്ലേ. ഈ പാൻറ്റെല്ലാം ഒരു ചടങ്ങ് തന്നെയാണ്. കുനിഞ്ഞ് നിന്ന് തടി ഇത്തിരി കൂടിയിട്ടുണ്ട്. എടാ ആൽഫി എഴുതേക്കടാ. ബെസ്റ്റ് കണി. നീ കണ്ട കുറച്ച് നേരത്തെ എങ്ങനായിരുന്നെങ്കിൽ അമ്മോ. എടാ നേരത്തെ കാലത്തൊക്കെ നീ എഴുന്നേറ്റില്ലെങ്കിലുണ്ടല്ല, ഇതിലും വലിയ കണി നീ കാണേണ്ടി വരും. ഓ പിന്നെ ഇങ്ങനെ തലയും മാന്തി എടുത്താൽ മതിയാ. ഇന്ന് ഇന്റർവ്യൂ ഒന്നും ഇല്ലടാ നിനക്ക്? പ്രകാശേട്ടാ ഇല്ലെന്നേ. ജോലി വല്ലതും നോക്കിക്കോട്ടെ. എന്ത് ഈ മാസം കൂടി ഉള്ളു ഇവിടുത്തെ പൊറുതി. എടാ ഇവിടുത്തെ അച്ചായൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ എന്നുള്ള ഒറ്റ കാരണത്താലാണ് വാടക കൊടുക്കാതെ ഞാനിവിടെ കഴിയണം. നീ കിലുക്കോന്ന ചിത്രത്തിൽ ജഗതി പറഞ്ഞ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏത്? ഇല നക്കി പട്ടിയുടെ കിരു നക്കി പട്ടി. ഇതിട്ടില്ല ഞാൻ. അയ്യോ അയ്യേ, ഇതാണോ നീ പറഞ്ഞ കണി? ഇനിയിപ്പോ ഇതിട്ടാൻ സമയമില്ലല്ലോ ദൈവമേ. പ്രകാശേട്ടാ അത് ഇട്ടേച്ചു പോ. ആ സമയം പോയടാ. ഇതിപ്പോ ഞാൻ പോണ വഴിക്ക് അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇട്ടോളാം. അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഇതിട്ടിട്ടല്ലേ നടക്കണം. ഇവന് ലോകം എന്താണെന്ന് അറിയാമോ? പണിതവനെ വേണം സമ്മതിക്കും. ഈ ഗേറ്റിന് കോട്ടുണ്ട്. ഗേറ്റിന്റെ ഒക്കെ കാര്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അജായോ, എന്താ രാവിലെ ഗേറ്റായിട്ടൊരു ഗുസ്തി? ഗേറ്റായിട്ട് എന്തൊരു ഗുസ്തി? ഈ ഗേറ്റിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് എൻ്റെ പൊന്നു പ്രകാശ. ദേവിയെ നീ വീട് വെക്കുമ്പോ ഈ റിമോട്ട് ഗേറ്റ് ഒന്നും വെക്കരുത്. മൊത്തത്തിൽ നാശോടാവോയേ. ഞാനാ റിമോട്ട് ഗേറ്റ്? നല്ല കാര്യം. നിനക്ക് പിന്നെ വീട് കൂടിയൊന്നും ഇല്ലല്ലോ. പള്ളി പോയതാണോ ചേട്ടനിപ്പോ? പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കും അല്ലേ? ഞാനോ? എടാ ഇച്ചിരി കാശ് കിട്ടണ്ടേ. ആ ജോർജില്ലേ, അവൻ എൻ്റെ അടുത്ത് 2 ദിവസം പറഞ്ഞ് മേടിച്ചോണ്ട് പോയതേ. ഇതേ ഇപ്പൊ 2 മാസമായി. എന്നിട്ട് കിട്ടിയാ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കായിരിക്കോടാ. എടാ അവന്റെ കല്ലറ കിടക്കണ അപ്പനില്ലേ, അവനോട് ഞാൻ മേടിക്കും. എന്നെ അറിയാൻ പാടില്ല അവന്. വന്നല്ലോ. സാറാമ്മച്ചി മോൻ പൊറിപ്പിച്ചിട്ട് പോകണ്ടല്ല, വല്ല പ്രശ്നമുണ്ടാ? അതൊന്നും അല്ലടാ, ഇന്ന് എറണാകുളത്ത് പോകുന്നുണ്ട്. എവിടെ? ആനയുടെ അടുത്താ? അവിടെയും പോകുന്നുണ്ട്. ഓ, കാര്യം എനിക്ക് ചെക്കപ്പ് ഉണ്ടല്ലോ. സാറാമ്മക്ക് പ്ലാനിങ് വേറെടാ. ആനിക്ക് 9-ാം മാസം നിനക്കറിയാലോ. എനിക്കെങ്ങനെ അറിയാൻ? ഇവിടെ ആനിക്ക് 9 മാസം നിനക്കറിയില്ലേ? ഞാനെങ്ങനെ അറിയാൻ? ആ പേരും പറഞ്ഞ് കുറച്ച് ദിവസം അവക്ക് അവിടെ പോയി നിൽക്കണം, അത്രേ ഉള്ളൂ. ഞാൻ വിടുവോ? നല്ല തെറി വിളിച്ച് അതിന്റെ വീർപ്പിക്കല. നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. അല്ല, നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. സാറാമ്മ ചേച്ചിയെ ഇച്ചായൻ ചീത്ത പറഞ്ഞു, അതാ കുരിശ് വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. മാതാവ് ചിലപ്പോൾ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കില്ല. ഉള്ളതാ പ്രകാശ. എടാ മോളുടെ കെട്ടിയോന്റെ വീട്ടിൽ പോയി ആരെങ്കിലും നിൽക്കുവാടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യയെ കൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഇപ്പൊ കറക്റ്റായി ഇല്ലേ? കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയി നിന്നൂടെ.
അതിൽ വേറെ കാര്യമുണ്ട് പ്രകാശ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ റോയിയുടെ ഒപ്പം സേവറുമായിട്ട് ഇരുന്നപ്പോൾ ഒന്ന് ചേഴ്സ് പറഞ്ഞു, പോയി. അതുകൊണ്ട് ഒരു കാര്യവും വേണ്ടെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. അതേതായാലും നന്നായി. നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണം. അവൻ സ്പെഷ്യലായിട്ടൊരു കുപ്പി എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇച്ചാനായിട്ട് കൂടി ഇവിടെ വന്നൊന്ന് അറമാദിക്കാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാറാമ്മച്ചിയുടെ പ്രശ്നം ഉണ്ടായത്. ദൈവദോഷം പറയല്ലേ പ്രകാശ. എന്റെ പൊന്നെ, ആ ചെക്കപ്പും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നേക്കടാവേ. എന്തിന്? കുപ്പി കൊണ്ടുവരുമല്ലോ. എന്റെ ആരടിക്കണത്? ചെക്കപ്പൊക്കെ കഴിഞ്ഞ് എപ്പോ അടിക്കും? ചെക്കപ്പ് ഒരു വശത്ത് നടക്കലിടാ. നീ പോവാൻ നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ചേട്ടനായിട്ട് അടിക്കണം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സാറാമ്മച്ചെങ്ങാൻ അറിഞ്ഞാൽ എൻ്റെ പേര് പോരുത്, എൻ്റെ വില പോരുത്. ഇതൊക്കെ അറിയിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി നിനക്കെന്താ? ഇവിടെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പ്രകാശം. നീ ഇതിനും വേണ്ട എടാ, നീ ആ കുപ്പി ഒന്ന് ശരിയാക്കാൻ നോക്ക്. ചെല്ലടാ. ഇന്ന് പ്രകാശനം ഇങ്ങോട്ട് കണ്ടില്ലല്ലോടാ ആൽബി. പ്രകാശൻ ഇന്ന് കുറച്ച് നേരത്തെ പോയി. എന്തോ പരിപാടി ഉണ്ട് പുള്ളിക്കാരന്. ആ, നിന്റെ ജോലിക്കാരി എന്തായടാ? ഒന്നും ആയിട്ടില്ല വേണ്ടോട്ടാ. നീ വിഷമിക്കണ്ടടാ, എല്ലാം ശരിയാവും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചേട്ടാ 3 പൊറോട്ട ചായ എനിക്കോട്ടാ. ഈ എഴുത്ത് മാത്രല്ലേ ഉള്ളു, ഇങ്ങോട്ടൊന്നും കിട്ടണില്ലല്ല. ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നോ? ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ല. എന്താ നിന്റെ ഉദ്ദേശം? കടം പറയരുത്. അത് നിന്നെ പോലുള്ളവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാ. അതിന് ഞാൻ കടം പറയാറില്ലല്ലോ. പിന്നെ പറ്റല്ലേ പറയാറ്. ഈ ആണ്ടിലെങ്ങാനും കിട്ടൂടാ. കേക്കടാ കേക്ക്. ഇതുപോലെ ടീംസാ ഇവിടെ വന്നു പോണത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? മോന്റെ എന്തൊക്കെയാണ്? എന്റെ 3 ദോശയും ഒരു ചായ. ശരി, അതെ, ഞാൻ പ്രകാശന്റെ പറ്റിൽ എഴുതിക്കൊള്ളാം. ഗുഡ് മോർണിംഗ് സാറാമ്മച്ചി. ഇന്നെന്താ ചായ കുടിക്കാൻ വൈകിയോ? ഏയ് ഇല്ല അമ്മച്ചി. പ്രകാശം പോയപ്പോ നിന്നെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി നിന്റെ ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ? എന്താവാനാ സാറാമ്മച്ചി, ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാരും വിളിക്കാന്ന് പറഞ്ഞു. അത്ര തന്നെ. ജോലിയൊന്നും ശരിയായില്ലെങ്കിൽ അടുത്ത മാസം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. ഹലോ, ഞാനാ. നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കമ്പായിരുന്നു. ഹലോ ഇവിടെ പറഞ്ഞ ഹലോ എടി, എന്റെ മുണ്ടൂലിഞ്ഞു പോയത് അടി ഒന്ന് എടുക്കാൻ വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടെ. അതൊക്കെ പോട്ടെ, മമ്മി എന്തേ? നിനക്കിപ്പോ അപ്പനെ വേണ്ടല്ലോ, നിനക്ക് മമ്മിയെ മതിയല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മാതാവിന്റെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്ക്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും. എന്തെങ്കിലും ഒരു വഴിയും കാണിച്ചു തരും. ഒത്തിരി പേർക്ക് അനുഭവം ഉള്ളതാ. പുറത്തുണ്ട് മാതാവ്. നീ ഒന്ന് ശ്രമിച്ചു. നിന്റെ മോള് ഞാൻ വിളിക്കാനിരിക്കുന്നു. ആ മോളെ, പിള്ളേരൊക്കെ എന്തെടുക്കണോ? ഇതെന്താ എണ്ണക്കുപ്പി പറഞ്ഞ? എണ്ണക്കും കുഴമ്പ് തേച്ചതാടാ. ഞാൻ 6 എണ്ണം കഴിച്ചതിന് ശേഷം പറഞ്ഞല്ലേ നിന്നോട് ഒഴിക്കേണ്ടത്. നീ ഒഴിപ്പിച്ചിട്ടല്ലടാ ഞാൻ തട്ടി വീണത്. അത് ശരി, അപ്പൊ ഞാൻ ഒഴിപ്പിച്ചതാ പ്രശ്നം. നീ ആരെ ഒഴിപ്പിച്ചത്? ഇതെന്നാ ചായ കക്ഷത്തില്? കക്ഷത്തിരിക്കുന്ന നിനക്കുള്ള തൊഴിലായിന്നാ. എന്റെ തൊഴിൽ? ഇതിന് നമ്പർ നീ എന്നാ വിളിച്ചോ? വളരെ സന്തോഷം ചായ. വിളിച്ചോടാ. സന്തോഷം ഇല്ലേ? ഇത് തന്നെ അല്ല പറഞ്ഞോ? അല്ല, കിട്ടും പറഞ്ഞതാ. സാറാമ്മച്ചി പറഞ്ഞ് മാതാവ് എന്തെങ്കിലും വഴികാട്ടി തരും. ഒരു ജോലി കിട്ടിയ തീരാവുന്ന പ്രശ്നം എനിക്കുള്ളൂ. സഹായിക്കണം. എന്തേടാ? എടാ ആൽബി, നാളെ എറണാകുളത്ത് ഇന്റർവ്യൂ ഉണ്ട്, നീ പോയി നോക്കുന്നോ? എന്താ വേക്കൻസി? എടാ മെക്കാനിക്കാ തോന്നുന്നത്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്ന് പോയി നോക്കാം അല്ലേ? അതെ അതെ, ചിലപ്പോ കിട്ടിയാലോ? ചെന്ന് നോക്ക്. ഓക്കേടാ, ഞാൻ വിളിക്കാന്നാ. സന്തോഷായി. ശരി എന്നാ. സാറാമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല മാതാവേ. നന്ദിയുണ്ട് മാതാവേ.
ഹലോ പ്രകാശ് ചേട്ടാ പറയ്. എടാ ഞാനിന്ന് വരല്ലട്ടാ, ഇവിടെ നല്ല സെറ്റപ്പാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അപ്പൊ നീ ആ വേണുവിന്റെ കടയിൽ പോയി ഭക്ഷണം കഴിച്ചോ. അതെ പ്രകാശ് ചേട്ടാ, എന്താടാ? എനിക്ക് നാളെ എറണാകുളത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. കയ്യിലാണെങ്കിൽ 10 കാശില്ല. എടാ നീ ആ വക്കച്ചായന്റെ കയ്യിന്നോ വേണുവേട്ടന്റെ കയ്യിന്നോ വാങ്ങിച്ചോ. നാളെ ഞാൻ വരുമ്പോ കൊടുത്തോളാം. എടാ ഇവിടെ പരിപാടി തുടങ്ങാൻ പോണ, നീ ഫോൺ കട്ടി. ശേ, എന്താ ചെയ്യാ. സാറാംച്ചിയും വക്കച്ചായനും എറണാകുളത്തിന് പോയി. വേണുവേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് ചിന്തിക്കാനേ പറ്റില്ല. ആൽബി, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാതാവിന്റെ അടുത്ത് പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാ മതി. വിളിച്ച വിളിപ്പുറത്തുണ്ട് മാതാവ്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് മാതാവിനറിയാലോ. കാത്തൊരു ഇന്റർവ്യൂ എത്തുന്നപ്പോൾ കയ്യിൽ 10 കാശില്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ. $500? ആരോ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ തെറിച്ചു വന്നതായിരിക്കും. എൻ്റെ നിവൃത്തി കൊണ്ട് ഞാൻ തിരിക്കുവാണ്ടാ. 1 മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം മാതാവ്. താനിത് പിടിച്ചേ. ഇത്തവണത്തെ എന്റെ സാലറി കൊണ്ട് ഒന്നും ആവില്ല, അതാ ഞാനിത് മേടിച്ചേ. ഞാനും വരണോ ഹോസ്പിറ്റലിലേക്ക്? വേണ്ട, ബില്ലടിച്ച് ഡിസ്ചാർജ് വാങ്ങണം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. താനെപ്പോഴാ നാട്ടിൽ പോണേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, പോണം. ആൽബിക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലടോ, ആദ്യം തൻ്റെ കാര്യം നടക്കട്ടെ. നെക്സ്റ്റ് മന്ത് സാലറി കിട്ടുമ്പോ തിരിച്ചരാട്ടോ. അത് അടുത്ത മാസത്തെ കാര്യമല്ലേ. മേടിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓക്കെ, ഇപ്പം മോള് പോവാൻ പോകും. ശരി. $12,000, നാൻസി കൊടുത്ത് 3000, ബസ് ഫെയർ ഫുഡെല്ലാം കൂടി 1000 രൂപ. പ്രകാശൻ്റെ സ്പോട്ട് ബാലൻസ് ആയി. ടിക്കറ്റ് എവിടെ ഇറങ്ങണേ? ഒരു പള്ളിപ്പടി ഏട്ടാ. നേട്ടാ 15 രൂപ. എന്താടോ ചേഞ്ച് ഒന്നുമില്ലേ? ഇതെന്താ 500? അതുള്ളൂ ഏട്ടാ, ഇത് മൊത്തം 500. ഇത് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ലാസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് ചെയ്യാനേട്ടാ? ചേഞ്ച് ഒട്ടും ഇല്ലാഞ്ഞിട്ടാ. ഇറങ്ങുമ്പോ തരാം. ഓക്കെ ഏട്ടാ. പള്ളിപ്പടി ഇറങ്ങാളൊരു പോരെ. പള്ളിപ്പടി. വക്കച്ചായോ, എന്ത് വെള്ളം ഓഫായി കിടക്കണ? എടാ ഞാൻ ഈ പുൽക്കോടൊന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കേ. കൈതാ പിടിച്ചോ. എന്നാടാ ഇത്? എന്നെ വെയിറ്റ് ചായോ. ഇതെന്നാടാ പാൻറ്റിനകത്ത് ഷർട്ടൊക്കെ ഇട്ട് തുടങ്ങിയല്ലേ? ജോലിയായി, സെറ്റപ്പ് ആയി. ചെലവ് ചെയ്യണം. വക്കച്ചായ മതിയാക്ക്. എന്റെ ആൽബി, നീ അച്ചായൻ പറയുന്നൊന്നും കേൾക്കാൻ നിക്കണ്ട. ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, നീ നാട്ടിൽ പോവാൻ നോക്ക്. ലീവിന് ശ്രമിക്കുന്നുണ്ട് സറാംജി. കിട്ടിയാ ഞാൻ പോകും. എന്നാ ശരി, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഓക്കെ.
അതെ, നീ ആ കൂടും കൊടുക്കാൻ കളസരൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വരാം. ഒന്ന് നിർത്ത് മനുഷ്യ. വേണ്ടേ? ഇതുകൊണ്ട് എന്താവാനാണ് ദൈവമേ. ഇതിലൊഴിച്ച് കഴിക്കോ, ഗ്ലാസ്സിലൊഴിക്കണ്ട. ദൈവമേ, എന്തൊരു കഷ്ടമാണ്. ഇതുകൊണ്ട് അങ്ങനെ നേരം വിളിപ്പിക്കും. ഇതെന്നാ പറ്റി പ്രകാശേട്ടാ? എന്ത് പറ്റാനാടാ, ഇവിടെ അരിച്ചു വിറക്കിയിട്ട് മൂട്ടിലൊരു തുള്ളിയാണ് ഉണ്ടായത്. കൈവിറക്കണ്ട പണ്ടാരം. എന്നാ പറ്റി? കൈവിറക്കണെന്ന്. ഓ. ഒരു സുഖമില്ലടാ, ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അടിച്ചാ ചിലപ്പോ മാറിയിരിക്കും. ടണ്ടടാങ്. ഇതെവിടെ നിന്ന് കിട്ടി? ആ പ്രകാശേട്ടാ, എനിക്ക് ക്രിസ്മസ് ആയിട്ട് ശമ്പളം നേരത്തെ കിട്ടി. നിനക്ക് ശമ്പളം തന്നോടെ ഞാൻ തല്ലിക്കൊള്ളി. ഞാൻ സന്തോഷം കൊണ്ടാടാ. ആ, എന്നാ പ്രകാശേട്ടൻ അടിച്ചു വിളിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. നീ കുളിച്ച പോയി. തീർക്കില്ലേട്ടാ? എടാ ഞാൻ എന്താടാ, എടാ ഞാൻ വെച്ചേക്കാടാ. എടാ ആൽവി, ടച്ചിങ് എന്തെങ്കിലും ഉണ്ടാക്കണേ. ആദ്യത്തെ try അടിക്കാം. ആൽവി ചേട്ടാ, നാൻസി വിളിക്കണോ? ആൽവി, നാൻസി. സമയം ഒരുപാടായില്ല, എന്റെ കുളി കഴിഞ്ഞു. വരുന്നു. കഴിഞ്ഞില്ലേ? എന്താ പ്രകാശേട്ടാ, അടിച്ചടിച്ചൊരു പരുവായല്ലോ. അതിനേക്കാൾ കൂടുതൽ അടിച്ചത് എന്റെ ഫോണാണ് നാൻസി. എന്റെ ഫോണോ? അത്യാവശ്യക്കാരാണെന്ന് തോന്നുന്നു. എടുത്ത് നോക്കി വിളിച്ചു നോക്കി. പൊന്നിത് അത്യാവശ്യക്കാരൊന്നുമല്ല പ്രകാശേട്ടാ. നാൻസി അല്ലേ? അതെ പ്രകാശേട്ടാ, ഞാൻ പ്രകാശേട്ടനോട് ഒരു കാര്യം പറയാൻ. നമ്മുടെ ടൗണില് സ്വർണ്ണക്ക് നടത്തുന്ന മാത്യു സാറിന് അറിയോ? അദ്ദേഹത്തിന് ഒരു മോളിൽ നാൻസി പിന്നെ കൂടെ 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രകാശേട്ടാ. നാൻസിക്ക് വേണ്ടി ഒരെണ്ണടിക്ക്. നല്ലൊരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു, അത് തൊലച്ച്. ഇതടിച്ച് കഴിയുമ്പോൾ നിന്റെ എല്ലാം ശരിയാവും. നാൻസിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു? പ്രകാശേട്ടാ, എന്നെ ഇന്റർവ്യൂ നടത്തത് നാൻസിയ പ്രകാശേട്ടാ. എന്റെ ബയോഡാറ്റ കണ്ട് തിരിച്ചറിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പൊ പൈസ ചെലവാനുള്ള വഴിയായി നിനക്ക്. എന്ത്? എന്തെന്നാ എടാ, ഇന്നത്തെ കാലത്ത് ഒരുത്തൻ ലൈൻ വീണ് കഴിഞ്ഞാൽ ടൂറ്, തിയേറ്റർ, പാർക്ക്, ഡാം എന്ന് വേണ്ട, പിന്നെ യൂബർ, ടാക്സി, മാള്, പിന്നെ പൊളിക്കല്ലേ നിന്റെ ലൈഫ് തന്നെ.
സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ നാൻസി എനിക്ക് തിരിച്ചു കിട്ടുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടി അവളും അവൾക്ക് വേണ്ടി ഞാനും കാത്തിരുന്നു. മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ. പ്രങ്ങളാപ്പാ, ഇത് സ്വപ്നം കഴിഞ്ഞില്ലേ? നീ ടച്ചിങ്സ് ഇല്ലാണ്ടോ ഇത്ര നല്ല മദ്യമൊക്കെ അടിക്കണു? ടച്ചിങ്സ് ഇല്ലേ? അല്ല പ്രകാശേട്ടാ, ഞാനത് മറന്നുപോയതാ. കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം നീ കൊണ്ടുവരുമെന്ന്. നീ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. നീ എന്റെ ചക്കര മുത്തല്ലേ? ടച്ചിങ്സ് എടുക്ക നീ. എന്താ ടച്ചിങ്സ് ഇല്ലേ? പണി കിട്ടി പ്രകാശേട്ടാ. ടച്ചിങ്സിനാ പണി കിട്ടിയത്? ഇതെന്ത് പറ്റി? ഞാൻ ടച്ചിങ്സിന് എന്ത് ചെയ്യും? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും. ആരോ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ തെറിച്ചു കൊണ്ടതായിരിക്കും. എന്റെ നിവൃത്തിയോണ്ട് ഞാൻ എടുക്കോണ്ടാ. ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം മാതാവ്. എന്റെ മാതാവേ, തെറ്റുപറ്റി മാതാവ്. ആദ്യ ശമ്പളം കിട്ടിയപ്പോ എല്ലാവരെ പോലെ ഞാനും സ്വാർത്ഥനായി. മാപ്പാക്കണം.